ഇറാൻ കപ്പലിന് കൊച്ചി തീരത്ത് അഭയം നൽകി എന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുകയാണ്. ഈ മാസം 4-ന് ഐറിസ് ലവാൻ കൊച്ചി തീരത്ത് അടുപ്പിച്ചു. കഴിഞ്ഞ മാസം 28-ന് ഐറിസ് ലവാൻ എന്ന കപ്പൽ തീരത്ത് അടുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുമതി ഇറാൻ തേടിയിരുന്നു. കപ്പലിൽ സാങ്കേതിക പ്രശ്നം കണ്ടെത്തിയതിനെ തുടർന്നാണ് തീരത്തടുപ്പിക്കാൻ അനുമതി തേടിയത്. കപ്പലിലുണ്ടായിരുന്ന 183 പേരെ കൊച്ചിയിലെ നാവിക കേന്ദ്രങ്ങളിൽ പാർപ്പിച്ചിരിക്കുന്നു എന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പ്രജിൻ, നിലവിൽ ഈ ഇറാന്റെ കപ്പൽ, അതായത് അന്താരാഷ്ട്ര ഫ്ലീറ്റ് റിവ്യൂവിനായി ഈ മേഖലയിൽ ഉണ്ടായിരുന്ന സമുദ്രമേഖലയിൽ ഉണ്ടായിരുന്ന ഇറാനിയൻ കപ്പലായിരുന്നു ഈ നിലവിലെ ഐറിസ് ലവാൻ എന്നുള്ളത്. എന്നാൽ ഈ കപ്പലിലൊരു സാങ്കേതിക പ്രശ്നം നേരിട്ടതോടുകൂടിയാണ് ഈ തീരത്ത് അടുപ്പിക്കാനുള്ള ഒരു അനുമതി ഇന്ത്യയോട് ഇറാൻ തേടുന്നത്. കഴിഞ്ഞ മാസം 28-നാണ് ഈ ഐറിസ് ലവാന് തീരത്ത് അടുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇറാൻ ഇന്ത്യയോട് അനുമതി തേടിയത്. തുടർന്ന് മാർച്ച് 1-ന്, ഈ മാസം 1-ന് തന്നെ ആ അനുമതി കേന്ദ്ര സർക്കാർ നൽകുകയും കപ്പൽ കൊച്ചി തീരത്ത് അടുപ്പിക്കുകയും ചെയ്തു എന്നതാണ് നമുക്ക് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കപ്പലിൽ സാങ്കേതിക പ്രശ്നം കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് ഈ തീരത്തേക്ക് അടുപ്പിച്ചത്. കപ്പലിൽ ഉണ്ടായിരുന്നത് 183 പേരാണ് എന്നുള്ളൊരു വിവരം കൂടി കേന്ദ്ര സർക്കാർ പങ്കുവയ്ക്കുന്നുണ്ട്. ഈ 183 പേരെയും കൊച്ചിയിലെ നാവിക കേന്ദ്രത്തിൽ പാർപ്പിച്ചിരിക്കുന്നു എന്നൊരു കാര്യമാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത്. എന്തായാലും അസ്വാഭാവികമായ ഒരു സാഹചര്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രതിസന്ധിയിലോ പെട്ടുനിന്ന ഒരു കപ്പലല്ല, മറിച്ച് സാങ്കേതിക പ്രശ്നത്തെ തുടർന്നാണ് ഈ തീരത്തടുപ്പിക്കാനുള്ള അനുമതി തേടിയതെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇറാൻ കപ്പലിനാണ് ഇപ്പോൾ ഇന്ത്യ ഒരു അഭയം നൽകിയിരിക്കുന്നത്.